Hello friends. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്ലാസ്ക് ട്യൂട്ടോറിയലിൽ നമ്മൾ ടെംപ്ലേറ്റ്സ് ആണ്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ പറയുന്നുണ്ട് വ്യൂസ് ഫോർ യുവർ ആപ്ലിക്കേഷൻ. എന്ന് വെച്ചാൽ നമ്മളെ ആപ്ലിക്കേഷനിലുള്ള വ്യൂ പാർട്ടാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു ടെംപ്ലേറ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് HTML പേജ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഇപ്പോൾ നമുക്ക് എങ്ങനെ URL റൂട്ടിംഗ് ഒക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഹോം അടിച്ചാൽ നമുക്ക് നമ്മൾ ഒരു ഇൻഡെക്സ് പേജിലേക്ക് എങ്ങനെ പോകാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ പ്രൊജക്റ്റിൻ്റെ അകത്ത് നമ്മളൊരു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്കിവിടെ പറയുന്നുണ്ട്, ഇപ്പോൾ ആണോ ഫ്ലാസ്ക് ഡയറക്ടറി അല്ലെങ്കിൽ ആ ഡയറക്ടറിൻ്റെ അകത്ത് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ എത്ര HTML പേജ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ സൈറ്റിൽ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇതിൻ്റെ അകത്ത് ഈ ഒരു പ്രൊജക്ട് ഫോൾഡറിൻ്റെ അകത്ത് നമ്മളൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് കൊടുക്കാം. എന്താ വെച്ചാൽ ഇത് സ്പെല്ലിങ് തെറ്റരുത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പേജ് ഇവിടുന്ന് കോൾ ചെയ്യുമ്പോൾ അത് ഫ്ലാസ്ക് ഈ ഒരു ഫോൾഡറിൻ്റെ അകത്താണ് ആ പേജ് സെർച്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു പുതിയ ഫയൽ index.html എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇൻഡെക്സ് പേജ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിലേക്ക് നമ്മളൊരു സിമ്പിൾ HTML കോഡ് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കും. കോപ്പി ചെയ്യുക, ടൈപ്പ് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു സിമ്പിൾ HTML കോഡ് ഇവിടെ കൊടുത്തു. അപ്പോൾ ഈ ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ യൂസർ ഇൻപുട്ട് ഫോമും അങ്ങനത്തെ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മളെ app.py പോയിട്ട് നമ്മൾ ഹോമിൻ്റെ അകത്താണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ആ ഒരു പേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ടെംപ്ലേറ്റിനെ കോൾ ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഡെക്സ് പേജിനെ നമ്മളൊന്ന് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിട്ടേൺ റെൻഡർ ടെംപ്ലേറ്റ് നമ്മളെ HTML പേജിൻ്റെ പേരും കൂടി ഇവിടെ കൊടുക്കും. നമ്മളിവിടെ റെൻഡർ ടെംപ്ലേറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇവിടെ റിട്ടേൺ റെൻഡർ ടെംപ്ലേറ്റ് നമ്മളെ ഏത് പേജാണോ നമുക്ക് ഈ ഫോം ചെയ്യുമ്പോൾ നമുക്ക് വരേണ്ടത് വെച്ചാൽ അതിവിടെ കൊടുക്കും. നമ്മൾ ഹോമിലേക്ക് കൊടുക്കുക. അപ്പോൾ റെൻഡർ ടെംപ്ലേറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ആയിട്ടില്ലെങ്കിൽ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, റെൻഡർ ടെംപ്ലേറ്റ് index.html എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുക്കും. അതിന് ശേഷം അത് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്താൽ ഹോം പേജ്. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് പോയത്. അപ്പോൾ സ്ലാഷ് പേജായി ഹോം അടിച്ചാൽ അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്ത് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതിൽ കൊടുക്കുന്ന വാല്യൂസ് നമുക്ക് ഇതിലേക്ക് പാസ് ചെയ്യാം. പിന്നെ CSS നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം, ഇമേജ് ഫോൾഡർ എങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് നമ്മൾ ഇവിടെ ഡൈനാമിക് URL യൂസ് ചെയ്തല്ലോ. ഈ ഡൈനാമിക് URLുള്ള വാല്യൂ നമുക്ക് എങ്ങനെ നമ്മളെ HTML പേജിലേക്ക് പാസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഈ search.html എന്ന് പറഞ്ഞ ഒരു പേജും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം. കോഡ് നമുക്ക് പുതിയത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ കോഡ് കോപ്പി ചെയ്തു. ഇവിടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ വാല്യൂ എങ്ങനെ പാസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സെർച്ചിലെ ഒരു നെയിമാണ് പാസ് ചെയ്യുന്നത് വിചാരിക്കാം.
ഐഡി അവിടെ ഒന്നാമത്തെ ഐഡി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നെയിം ഇവിടെ നെയിം ഇവിടെ നമ്മൾ റിട്ടേൺ എന്ത് ചെയ്തു, റിട്ടേൺ റൺ. അതിൽ നമ്മൾ പാസ് ചെയ്യേണ്ട വാല്യൂ നെയിം ഈക്വൽ ടു റെൻഡർ ടെംപ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് സെർച്ച് ഡോട്ട് HTML അകത്ത് ഒരു വേരിയബിൾ നെയിമും അതിലേക്ക് നമ്മൾ ഇവിടെ റിസീവ് ചെയ്ത വാല്യൂ നമ്മൾ പാസ് ചെയ്തു. അതെങ്ങനെ നമുക്ക് സെർച്ച് ഡോട്ട് HTML അകത്ത് എടുക്കുന്നു നോക്കാം. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു H1 ടാഗ് ആണെങ്കിലും അല്ലെങ്കിൽ H2 ടാഗിൽ നമ്മൾ പറഞ്ഞ് നമ്മൾ നെയിം സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെർച്ച് പേജിന്റെ അകത്തേക്ക് നമ്മൾ സെർച്ച് എന്ന് പറഞ്ഞ് സെർച്ച് അതിന്റെ പാരാമീറ്റർ കൂടി നമ്മൾ പാസ് ചെയ്തു. ആ വേരിയബിൾ ഇവിടെ റിസീവ് ചെയ്തിട്ട് അത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേമാതിരി തന്നെ നമുക്ക് വാല്യൂസ് ഒക്കെ പാസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഐ ഡി ഒക്കെ പാസ് ചെയ്തിട്ട് ആ ഐ ഡി വെച്ചിട്ട് നമുക്ക് ആ പേജിൽ അതിൻ്റെതായ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പാസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് ഡൈനാമിക് URL നമ്മൾ പഠിച്ചതാണ്. ആ URL നമ്മൾ ഒരു വാല്യൂ നമുക്ക് ഒരു HTML പേജിലേക്ക് അല്ലെങ്കിൽ ടെംപ്ലേറ്റിലേക്ക് എങ്ങനെ പാസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കിയത്. അതേമാതിരി തന്നെ നമുക്ക് ഇൻറ്റിജർ വേരിയബിളും അല്ലാതെ കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു ഇൻറ്റിജർ വാല്യൂ കൂടി ഒന്ന് പാസ് ചെയ്ത് നോക്കാം. ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഐ ഡി നമ്മളിവിടെ കൊടുക്കാം. നെയിം ആണെങ്കിൽ ഐ ഡി ആണെങ്കിൽ നമ്മളിവിടെ ഐ ഡി ഇവിടെ എന്ത് പേര് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് നെയിം ആണെങ്കിൽ നെയിം കൊടുക്കാം, ഐ ഡി ആണെങ്കിൽ അപ്പുറത്തെ നമ്മളെ സെർച്ച് ഡോട്ട് HTML അകത്ത് നമ്മൾ ഇത് ഐ ഡി ആക്കി കൊടുക്കും. അപ്പോൾ ഇൻറ്റിജർ വാല്യൂ നമ്മളിവിടെ പാസ് ചെയ്തിട്ട് റിസീവ് ചെയ്തു. ഓക്കെ.